we discuss some problems on DFT. Next problem is find the DFT of a sequence x of n is equal to 1100 and find the IDFT of y of k is equal to 1010. First നമുക്ക് x of n തന്നിട്ടുണ്ട് അത് ആ സീക്വൻസിന് എന്ത് കണ്ടുപിടിക്കണം DFT കണ്ടുപിടിക്കണം x of k കണ്ടുപിടിക്കണം ഇവിടെ find the DFT നെ പറഞ്ഞിട്ടുള്ളൂ എത്ര പോയിന്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന x of n 4 സാമ്പിൾസ് ആയതുകൊണ്ട് നമുക്ക് 4 പോയിന്റ് DFT കണ്ടുപിടിക്കാം so let capital N is equal to 4 so നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന ഏതാണ് 4 പോയിന്റ് DFT ആണ് So first DFT equation എഴുതി x of k is equal to sigma n is equal to 0 to n minus 1 x of n e raised to minus j 2 pi n k by n k is equal to 0 to etc up to n minus 1. So x of k is equal to n is equal to 4 is equation la substitute ചെയ്തു കൊടുക്കുന്നു. So n is equal to 0 to n minus 1 4 minus 1 3 x of n e raised to minus j j2 pi nk by n 4 appo 2 4 kuda poittu e raised to minus j pi nk by 2 k is equal to 0 1 etc up to 4 minus 1 3 so k യുടെ value 0 1 2 3 appo ആദ്യം k യുടെ value 0 എടുക്കുമ്പോൾ x of capital x of 0 കിട്ടും k യുടെ value 1 കൊടുക്കുമ്പോൾ x of 1 x of 2 x of 3 അങ്ങനെ നാല് values ആണ് കണ്ടുപിടിക്കാനുള്ളത് x of 0 ഉം x of 1 ഉം x of 2 ഉം x of 3 So ആദ്യം k is equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടുന്നു x of 0 കിട്ടുന്നു അപ്പോൾ ഈ ഇക്വേഷനിൽ ഫുൾ k ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക 0 കൊണ്ട് റീപ്ലേസ് ചെയ്യാം അപ്പോൾ ഇതിൽ 0 കൊടുക്കുമ്പോൾ x of 0 is equal to sigma n is equal to 3 x of n k യുടെ വാല്യൂ 0 കൊടുക്കുന്നു അപ്പോൾ e raised to 0 e raised to 0 എന്താണ് 1 അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറുന്നു sigma n is equal to 0 to 3 x of n ഇനി ഈ കിട്ടിയത് ഇതിനകത്ത് ഇനി n ന്റെ വാല്യൂ വേരി ചെയ്യണം n ന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യണം 0 to 3 വരെ വേരി ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും x of 0 plus x of 1 plus x of 2 plus x of 3 x of 0 എന്താണ് 1 x of 1 എന്താണ് 1 x of 2 എന്താണ് 2 sorry 0 x of 3 എന്താണ് 0 so 1 plus 1 plus 0 plus 0 എന്ത് കിട്ടി ആൻസർ 2 so x of 0 നമുക്ക് കിട്ടി ഫസ്റ്റ് വാല്യൂ കിട്ടി 2 ഇനി അടുത്ത നെക്സ്റ്റ് വാല്യൂ കിട്ടാൻ എന്ത് ഇട്ട് കൊടുക്കണം k is equal to 1 ഇട്ട് കൊടുക്കണം ഏത് ഇക്വേഷനിൽ ഇതാണ്ട് ഈ ഇക്വേഷനിൽ k ഉള്ളിടത്തെല്ലാം എന്ത് ഇട്ട് കൊടുക്കുക 1 ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും x of 1 is equal to sigma n is equal to 0 to 3 x of n k ഉള്ളിടത്തെല്ലാം 1 k ഇവിടെ 1 ആവുമ്പോൾ e raised to minus j pi n by 2 ഇതാണ്ട് e raised to minus j pi n by 2 സോ ഇങ്ങനെ കിട്ടി k ക്ക് 1 കൊടുത്തപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്യണം n ന്റെ വാല്യൂ 0 to 3 വരെ വേരി ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും x of 0 e raised to 0 n ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ e raised to 0 അപ്പോൾ 1 തന്നെ സോ x of 0 പ്ലസ് അടുത്ത n ന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ x of 1 e raised to minus j pi n ന് വരെ 1 1 by 2 ആവുമ്പോൾ e raised to minus j pi by 2 പ്ലസ് x of 2 e raised to minus j 2 by 2 cancel ആവുമ്പോൾ e raised to minus j pi പ്ലസ് x of 3 e raised to minus j 3 pi by 2 ഇത്രയും കിട്ടി അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം x of 2 x of 3 എന്താണ് ഇവിടെ 0 0 ആണ് സോ അത് രണ്ട് ടേംസ് പോയി ബാക്കി എന്താ ഉള്ളത് x of 0 യുടെ വാല്യൂ 1 സോ 1 plus e raised to minus j pi by 2 x of 1 ഉം 1 ഇനി ഇവിടെ e raised to minus j pi by 2 നമുക്കറിയാം e raised to minus jx എന്താണ് cos x minus j sin x അപ്പോൾ e raised to minus j pi by 2 എന്താണ് cos pi by 2 minus j sin pi by 2 ഇനി 1 പ്ലസ് ഇനി cos pi by 2 ന്റെ വാല്യൂ അറിയണം sin pi by 2 ന്റെ വാല്യൂ അറിയണം cos pi by 2 അതിനു മുന്നേ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് സോ cos 0 എന്താണ് 1 cos sin 0 എന്താണ് 0 cos pi by 2 എന്താണ് 0 cos 3 pi by 2 എന്താണ് 0 cos 5 pi by 2 എന്താണ് 0 cos 7 pi by 2 0 ഇനി sin pi by 2 sin pi by 2 1 ആണ് പക്ഷേ sin 3 pi by 2 എന്താണ് -1 ആണ് again sin 5 pi by 2 എന്താണ് 1 പിന്നെ sin 7 pi by 2 വരുമ്പോൾ എന്ത് വരും -1 വരും സോ അങ്ങനെ തിരിച്ചു മറിച്ചും വരും സോ sin pi by 2 എന്താണ് 1 sin 3 pi by 2 -1 പിന്നെ വരുമ്പോൾ sin 5 pi by 2 വരുമ്പോൾ വീണ്ടും 1 sin 7 pi by 2 വരുമ്പോൾ എന്ത് വരും -1 വരും ഇനി പൈയുടെ കേസ് എടുക്കുകയാണെങ്കിൽ cos pi എന്താണ് -1 cos 0 എന്തായിരുന്നു 1 cos pi എന്താണ് -1 cos 2 pi എന്തായിരിക്കും +1 വരും cos 3 pi വരുമ്പോൾ വീണ്ടും -1 cos 4 pi വരുമ്പോൾ വീണ്ടും +1 sin ന്റെ കേസിലോ sin pi എന്താണ് 0 sin 2 pi എന്താണ് 0 sin 3 pi 0 sin 4 pi 0 അതെല്ലാം സോ ഈ വാല്യൂസ് എല്ലാം ഓർത്ത് വെക്കാം സോ അത് ആവശ്യം വരും നമുക്ക് പ്രോബ്ലത്തിൽ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം e raised to minus j pi by 2 എന്ത് കിട്ടി 1 plus cos pi by 2 minus j sin pi by 2 സോ cos pi by 2 ന്റെ വാല്യൂ cos pi by 2 എന്താണ് cos pi by 2 0 സോ ഈ വാല്യൂ 0 ആയി പോയി sin pi by 2 എന്താണ് 1 സോ അപ്പോൾ എന്ത് കിട്ടി -j സോ ആൻസർ is 1 - j സെക്കൻഡ് വാല്യൂ x of 1 കിട്ടി 1 - j
ഇനി അടുത്ത നെക്സ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ കെക്ക് എന്ത് ഇട്ട് കൊടുക്കുക 2 ഇട്ട് കൊടുക്കുക. സോ കെ ഈസ് ഈക്വൽ ടു 2. അപ്പൊ എന്ത് കിട്ടി എക്സ് ഓഫ് 2. സോ ഇവിടെ എന്ത് കിട്ടുന്നു എക്സ് ഓഫ് 2 ഇട്ട് കിട്ടണമെങ്കിൽ ഇവിടെ എല്ലാം കെ ഉള്ളിടത്തെല്ലാം 2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ എന്താവും എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ പൈ എൻ 2/2. കെക്ക് 2 ഇട്ട് കൊടുത്തപ്പോൾ ഇത് എന്തായിട്ട് മാറി ഇക്വേഷൻ ഇ റൈസ് ടു മൈനസ് ജെ പൈ എൻ ആയിട്ട് മാറി. സോ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇതിൽ എൻ ഇസ് ഈക്വൽ ടു 0 to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 ഇ റൈസ് ടു മൈനസ് ജെ പൈ, പിന്നെ എക്സ് ഓഫ് 2 ഇ റൈസ് ടു മൈനസ് ജെ 2 പൈ പ്ലസ് എക്സ് ഓഫ് 3 ഇ റൈസ് ടു മൈനസ് ജെ 3 പൈ. ഇനി ഓരോന്നിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഈ രണ്ട് ടേംസും പോവും, കാര്യം എക്സ് ഓഫ് 2 എക്സ് ഓഫ് 3 0 0 ആണ്. പിന്നെ ഈ രണ്ട് ടേംസേ ഉള്ളൂ. അപ്പൊ എക്സ് ഓഫ് 0യുടെ വാല്യൂ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് ജെ പൈ എന്ന് പറയുന്നത് എന്താണ് കോസ് പൈ മൈനസ് ജെ സൈൻ പൈ. കോസ് പൈയുടെ വാല്യൂ എന്താണ് -1. അപ്പൊ 1ഉം -1ഉം പോയി. ഇനി അടുത്ത എന്താണ് മൈനസ് ജെ. സൈൻ പൈയുടെ വാല്യൂ എന്താണ്, സൈൻ പൈയുടെ വാല്യൂ 0. അപ്പൊ മൊത്തം ടേമും പോയപ്പോ എന്ത് കിട്ടി നമുക്ക് 0. സോ എക്സ് ഓഫ് 2ന്റെ ആൻസർ എന്ത് കിട്ടി 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ആരെയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ മൂന്ന് വാല്യൂസ് ആയി, എക്സ് ഓഫ് 0 ആയി, എക്സ് ഓഫ് 1 ആയി, എക്സ് ഓഫ് 2 ആയി. ഇനി ആരെയും കൂടെ ഉള്ളൂ എക്സ് ഓഫ് 3 കൂടെ ഉള്ളൂ. 4 സാമ്പിൾസ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് ഓഫ് 3 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിങ്ങൾ എന്തിട്ട് കൊടുക്കണം 3 ഇട്ട് കൊടുക്കണം. കെ ഉള്ളിടത്തെല്ലാം 3 ഇട്ട് കൊടുക്കുക. സോ എക്സ് ഓഫ് 3 is equal to sigma n is equal to 0 to 3 x of n e raised to minus j pi n. ഇവിടെ 3/2 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇക്വേഷൻ 3/2 എന്ന് പറഞ്ഞു വരും. സോ ഇവിടെ നമ്മൾ നേരത്തെ ആണെങ്കിൽ കെ ഇസ് ഈക്വൽ ടു 3 ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് ദാണ്ട് ഇതുപോലെ കിട്ടും. ഇനി ഇതിനകത്ത് എൻ ഇസ് ഈക്വൽ ടു 0 to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം എക്സ് ഓഫ് 0, അടുത്ത ടേം എന്താണ് എക്സ് ഓഫ് 1 ഇ റൈസ് ടു മൈനസ് ജെ 3, എന്നിന്റെ വാല്യൂ 1 വരുമ്പോൾ എന്ത് വരും ഇ റൈസ് ടു മൈനസ് ജെ 3 π/2 പ്ലസ് എക്സ് ഓഫ് 2 ഇ റൈസ് ടു മൈനസ് ജെ, എന്നിന്റെ വാല്യൂ 2 വരുമ്പോൾ 2 2 ക്യാൻസൽ ആയിട്ട് ഇ റൈസ് ടു മൈനസ് ജെ 3 പൈ പ്ലസ് എക്സ് ഓഫ് 3 ഇ റൈസ് ടു മൈനസ് ജെ സൈൻ 9 π/2 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിൽ ഈ രണ്ട് 2 3 രണ്ട് ടേമും പോവും. എക്സ് ഓഫ് 2 എക്സ് ഓഫ് 3 0 ആയിട്ട് പിന്നെ ബാക്കി ഈ രണ്ട് ടേം. സോ എക്സ് ഓഫ് 0യുടെ വാല്യൂ എന്താണ് 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് ജെ 3 π/2 എന്ന് പറഞ്ഞാൽ കോസ് 3 π/2 മൈനസ് ജെ സൈൻ 3 π/2. കോസ് 3 π/2 എന്താണ് 0 ആണ്. സൈൻ 3 π/2 എന്തായിരുന്നു സൈൻ π/2 1 ആണ്. സൈൻ 3 π/2 എന്താണ് -1 ആണ്. സോ അപ്പൊ ഇവിടെ മൈനസ് എന്താവും പ്ലസ് ജെ എന്നാവും. So answer is 1 plus j. So final answer എടുത്ത് എഴുതുക. x of k is equal to ആ കിട്ടിയ 4 values x of 0, x of 1, x of 2, ഈ കിട്ടിയ x of 3, 1 plus j. So ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി IDFT കണ്ടുപിടിക്കാൻ. IDFT കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ, IDFT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, y of n is equal to 1/n sigma k is equal to 0 to n minus 1 y of k e raised to plus j 2 pi n. മൈനസ് ജെ അല്ല, ഇവിടെ എന്താണ് പ്ലസ് ജെ 2 pi n k by n. എന്നിന്റെ വാല്യൂ എവിടെ തൊട്ട് വേരി ചെയ്യുന്നു 0 to n minus 1 വരെ വേരി ചെയ്യുന്നു. സോ നമുക്ക് ഇതിനകത്ത് ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ 4 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y of n is equal to 1/4 sigma k is equal to 0 to 3 y of k e raised to plus j, എന്നിന്റെ വാല്യൂ 4 കൊടുക്കുമ്പോൾ 2 4 ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് എന്തിട്ട് ഇ റൈസ് ടു പ്ലസ് ജെ പൈ എൻ കെ ബൈ 2, എന്നിന്റെ വാല്യൂ 0 to 3 വരെ വേരി ചെയ്യുന്നു. എന്നിന്റെ വാല്യൂ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഇക്വേഷനിൽ എന്നിന്റെ വാല്യൂ എന്ത് ചെയ്തു 4 ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരുന്നു തന്നിരുന്നത് എക്സ് ഓഫ് എൻ തന്നിരുന്നു. അതിൽ നിന്ന് ആരെ കണ്ടുപിടിച്ചു എക്സ് ഓഫ് കെ കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ആരെ തന്നിട്ടുണ്ട് അവര് വൈ ഓഫ് കെ തന്നിട്ടുണ്ട്. വൈ ഓഫ് കെ തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് കിട്ടിയ വൈ ഓഫ് കെയുടെ വാല്യൂസ് എന്താണ് 1010. അതാണ് അവർ തന്നിരിക്കുന്ന വാല്യൂസ്. വൈ ഓഫ് കെ ഇസ് ഈക്വൽ ടു 1010. അതിൽ നമ്മൾ ആരെ കണ്ടുപിടിക്കണം വൈ ഓഫ് എന്നിനെ തിരിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ വൈ ഓഫ് എന്നിന്റെ ഈ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ എൻ ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ വൈ ഓഫ് 0 കിട്ടും, 1 കൊടുത്താൽ y of 1 കിട്ടും, 2 എന്നിന്റെ വാല്യൂ 2 കൊടുത്താൽ y of 2 കിട്ടും, എന്നിന്റെ വാല്യൂ 3 കൊടുത്താൽ എന്ത് കിട്ടും y of 3 കിട്ടും. സോ y of 0, y of 1, y of 2, y of 3 ഇത്രയും വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യം ഇവിടെ എന്ത് ചെയ്യുന്നു, അവിടെ k is equal to എന്ന് കൊടുത്താണ്, ഇവിടെ n is equal to 0. അപ്പൊ n is equal to 0 കൊടുക്കുമ്പോൾ y of 0 is equal to 1/4 sigma k is equal to 0 to 3 y of k. എന്നിന്റെ വാല്യൂ ആണ് 0 കൊടുത്തേ, അപ്പൊ എന്നിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ e raised to 0. അപ്പൊ അതാ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക 1/4 കെയുടെ വാല്യൂ 0 to 3 വരെ വേരി ചെയ്യാം. അപ്പോൾ y of 0 പ്ലസ് y of 1 പ്ലസ് y of 2 പ്ലസ് y of 3. നമുക്ക് വാല്യൂസ് എന്താ തന്നിരിക്കുന്നത് 1010. സോ 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 0. സോ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും 2/4 1/2 0.5 എന്ന് പറഞ്ഞു കിട്ടും. ഇനി വീണ്ടും അടുത്ത എന്താ സ്റ്റെപ്പ്, ഈ ഇക്വേഷനിൽ n is equal to 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, n is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും y of 1 is equal to 1/4 sigma k is equal to 0 to 3 y of k. ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും e raised to plus j pi k by 2.
അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇനി ആരെ വേരി ചെയ്യേണ്ടുള്ള k is equal to 0 to 3 വേരി ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും 1/4 കെയുടെ വാല്യൂ ഇനി ഏതാ 0 to 3 വരെ വേരി ചെയ്യുക. അപ്പം y of 0 ആദ്യത്തെ ഏതാണ് y of 0, അടുത്ത വാല്യൂ ഏതാണ് y of 1 കെയുടെ വാല്യൂ 1 ആകുമ്പോൾ e raised to plus j pi by 2. അടുത്ത കെയുടെ വാല്യൂ 2 y of 2 e raised to plus j 2/2 പോകുമ്പോൾ e raised to j pi plus y of 3 e raised to j pi 3/2. എന്ത് കിട്ടും e raised to j 3 pi by 2. ഇനി 1/4 y of 0യുടെ വാല്യൂ 1, y of 1ന്റെ വാല്യൂ എന്താണ് 0 ആണ്. സോ അത് 0 ആയി. y of 2ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം 1 into e raised to j pi. e raised to j pi എങ്ങനെ എഴുതാം cos pi plus j sin pi. e raised to minus j pi ആയിരുന്നപ്പോൾ എങ്ങനെ എഴുതി cos pi minus j pi. e raised to plus j pi ആകുമ്പോൾ cos pi plus j sin pi. ഇനി y of 3യുടെ വാല്യൂ 0 ആണ്. സോ ഈ ടേം 0 ആയിപ്പോയി. ഇനി cos pi എന്താണ് -1, sin pi എന്താണ് 0. സോ 1ഉം -1ഉം കൂടെ വരും. അപ്പോൾ ഇവിടെ 0 ആയിപ്പോവും. സോ ആൻസർ 0. അപ്പോൾ y of 0 നമുക്ക് 0.5 കിട്ടി. y of 1 എന്ത് കിട്ടി 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം n is equal to ഇതിനകത്ത് ഈ ഇക്വേഷനിൽ എന്ത് ഇട്ട് കൊടുക്കണം y of n ന് വരെ എന്ത് ഇട്ട് കൊടുക്കണം n ഉള്ളിടത്തെല്ലാം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ y of 1 കിട്ടും, അല്ല y of 2 കിട്ടും. ഇനി n ന് വരെ 3 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ n ന് 3 ഇട്ട് കൊടുക്കും, ഇവിടെ n ന് 3 ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും y of 3 കിട്ടും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ n ന്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുമ്പോൾ y of 2 എന്ന് പറഞ്ഞതാണ്ട് ഈ ഇക്വേഷൻ കിട്ടും. അതിൽ പിന്നെ k യുടെ വാല്യൂ 0 to 3 എന്ത് ചെയ്യുക വേരി ചെയ്യുക. ഇനി അതുപോലെ തന്നെ n is equal to 3 ഇട്ട് കൊടുക്കുമ്പോൾ y of 3 കിട്ടും. സോ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. പിന്നെ അതിൽ k യുടെ വാല്യൂ എന്ത് ചെയ്യുക 0 to 3 വേരി ചെയ്യുക. അപ്പോൾ ഫൈനൽ ആൻസർ y of n is equal to എന്ത് കിട്ടി 0.50. y of k 1010 എന്ന് പറഞ്ഞ് തന്നിരുന്നു. അതിൽ നിന്ന് ആൻസർ IDFT എടുത്തപ്പോൾ y of n is equal to 0.50. ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരാം. ഇനി അടുത്ത നെക്സ്റ്റ് ഒബ്റ്റെയിൻ DFT of unit impulse del of n. obtain DFT of unit impulse del of n. Unit impulse function നിങ്ങൾക്ക് അറിയാവുന്നതാണ് del of n. Del of n value is equal to 1 only at n is equal to 0. n is equal to 0 ൽ മാത്രമേ del of n ന് വാല്യൂ ഉള്ളൂ. അപ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അവിടെ എന്താണ് 1. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമ്മളുടെ ഇൻപുട്ട് x of n ഇവിടെ എന്താണ് del of n ആണ്, ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. സോ ആദ്യമേ DFT ഇക്വേഷൻ എഴുതുക. x of k is equal to sigma n is equal to 0 to n minus 1 x of n e raised to minus j 2 pi n k by n. ഇനി n is equal to 0 to n minus 1. പക്ഷേ ഈ n പോയിന്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, ഏത് പോയിന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, n is equal to 0 മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാര്യം അവിടെ മാത്രമേ x of n അല്ലെങ്കിൽ del of n ന് എന്തുള്ളൂ വാല്യൂ ഉള്ളൂ. സോ del of n is equal to 1 only at n is equal to 0. ബാക്കി എല്ലായിടും x of n എന്തായി പോവും 0 ആയി പോവും. അപ്പോൾ x of k is equal to നമുക്ക് എന്ത് എഴുതാം ഇവിടെ del of 0 അല്ലെങ്കിൽ x of 0 del of 0 into e raised to n ന്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് e raised to 0 1. സോ നമുക്ക് എന്ത് എഴുതാം del of 0 e raised to 0. e raised to 0 1. del of 0 എന്താണ് n is equal to 0 ൽ del of n ന്റെ വാല്യൂ എന്താണ് 1. സോ 1 into 1 1. സോ എന്ത് ഓർത്ത് വെക്കുക del of n ന്റെ DFT ഇമ്പൾസ് ഫംഗ്ഷന്റെ DFT നമുക്ക് എന്താ കിട്ടുന്നത് 1 എന്ന് പറഞ്ഞ് കിട്ടും. So next problem, compute endpoint DFT of the following exponential sequence. X of n is equal to a raised to n u of n. A raised to n u of n is defined for 0 to n minus 1. അപ്പോൾ ആദ്യമേ DFT equation എഴുതി. x of k is equal to sigma n is equal to 0 to n minus 1 x of n e raised to minus j 2 pi n k by n. ഇവിടെ ഇൻപുട്ട് x of n എന്ന് പറയുന്ന ഇൻപുട്ട് ഇവിടെ ഏതാണ് a raised to n u of n. സോ അതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. a raised to n u of n ഞാൻ എഴുതിയിട്ടില്ല. കാര്യം എന്താണ് u of n ന്റെ വാല്യൂ എന്താണ് it is 1 for n is equal to 0 to n minus 1. u of n ന്റെ വാല്യൂ 1. സോ നമുക്ക് എന്ത് എഴുതാം a raised to n e raised to minus j 2 pi n k by n. ഇനി ഇത് ഈ രണ്ട് ടേംസിൽ നിന്നും ആരെ കോമൺ ആയിട്ട് എടുക്കാം n സ്മോൾ n കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും a into e raised to minus j 2 pi n പുറത്ത് പോയി k by n whole raised to n. സോ ഇതിപ്പോൾ ഏത് ഫോർമുല കിടക്കുന്നത് n is equal to 0 to n a raised to n. അപ്പോൾ എന്ത് കിട്ടും 1 minus a raised to n plus 1. ഇവിടെ n ആയതുകൊണ്ട് n plus 1 divided by 1 minus a. ഇവിടെ പക്ഷേ എക്ക് പകരം ഏത് ടേം ഉള്ളതുകൊണ്ട് ഇത് ഇത്രയുള്ള ടേം, അതായത് a e raised to minus j 2 pi k by n. സോ നമുക്ക് എന്ത് എഴുതാം 1 minus a raised to, അപ്പം എക്ക് പകരം ഇവിടെ ഏത് ടേം ആണ് കണ്ട് ഈ ടേം. സോ ആ ടേം എഴുതി a e raised to minus j 2 pi k by n raised to n ആയിരുന്നപ്പോൾ n plus 1. അപ്പോൾ ഇവിടെ എന്താണ് n minus 1 plus 1 n minus 1 plus 1. സോ ഇത് രണ്ടും പോയിട്ട് n. സോ 1 minus a e raised to minus j 2 pi k by n the whole raised to n divided by 1 minus ഈ ടേം a e raised to minus j 2 pi k by n. ഇവിടെ നോക്കുമ്പോൾ
ഇതിനകത്ത് ഇവിടെ എടുക്കുമ്പോൾ a raised to n. So 1 minus a raised to n. ഇവിടെ എന്ത് വരും? e raised to minus j 2 pi k by n raised to n. So n ക്യാൻസൽ ആയിട്ട് എന്ത് കിട്ടും? e raised to minus j 2 pi k എന്ന് പറയുന്നത് കിട്ടും. So e raised to minus j 2 pi k എന്താണ്? cos 2 pi k minus j sin 2 pi k. അതിന്റെ വാല്യൂ എന്താ കിട്ടുക? cos 2 pi k 1 ഉം sin 2 pi k എന്തായിരിക്കും വരിക? 0 ഉം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? e raised to minus j 2 pi k യുടെ വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ ഈ വാല്യൂ 1 ആവും. സോ ബാലൻസ് എന്ത് നമുക്ക് കിട്ടും? 1 minus a raised to n divided by 1 minus a e raised to minus j 2 pi k by n. So a raised to n u of n ന്റെ DFT എന്താണ്? 1 minus a raised to n divided by 1 minus a e raised to minus j 2 pi k by n.